എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാലിക്കകത്ത് എങ്ങനെ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഞാനിന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സാധാരണ ടാലിക്കകത്ത് ഇങ്ങനൊരു ഫീച്ചർ കിട്ടത്തില്ല. ടാലിക്കകത്ത് ഡിഫോൾട്ടായിട്ട് ഇങ്ങനൊരു ഫീച്ചർ ഇല്ല. നമുക്കൊരു അഡീഷണൽ TDL ഫയൽ ഉപയോഗിച്ച് നമുക്ക് ഈ റിമൈൻഡർ ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ഓർത്ത് വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലതൊക്കെ നമുക്ക് വിട്ടുപോകും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനുണ്ടെങ്കിലോ നമ്മളത് വിട്ടുപോകാം. അപ്പോൾ അത് നമുക്ക് ടാലിക്കകത്ത് തന്നെ എങ്ങനെ അത് റിമൈൻഡറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമുക്കതിൻ്റെ ഒരു റിമൈൻഡറിൻ്റെ ഒരു ഫയലാണ്. ഒരു TDL ഫയൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫീച്ചർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോൾഡറിനകത്ത് കൊണ്ടിട്ടിട്ട് വേണം ഞാൻ വീഡിയോ ചെയ്യുന്ന രീതിയിൽ നിങ്ങളത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ആ ഫയലൊന്ന് ഇതിനകത്തോട്ട് കൊണ്ടുവരണം. നമുക്ക് എൻ്റെ ഇവിടെ ഡെസ്ക്ടോപ്പിനകത്ത് റിമൈൻഡർ TDL ഫയൽ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഞാനതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതാണ് ആ ഫയൽ. ഒരു നോട്ട് പാഡിൻ്റെ ഫയലാണ്, ടെക്സ്റ്റ് ഫയലാണ്. അപ്പോൾ അത് ഞാനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തു, പ്രോപ്പർട്ടീസ് എടുത്തു, സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ പാത്ത് ഒന്ന് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് നമ്മുടെ ടാലി ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇവിടെ F1 വന്നിട്ട് TDLs ആൻഡ് ആഡോൺസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം F4 ക്ലിക്ക് ചെയ്യുക. ശേഷം എൻ്റർ പ്രസ് ചെയ്ത് വന്നിട്ട് ഈ ഫീൽഡിൽ ഫയൽ സെലക്ഷൻ എന്ന് പറഞ്ഞ് വരും. അവിടെ Ctrl+Alt+V പ്രത്യേകം ശ്രദ്ധിക്കുക. Ctrl+Alt+V അടിച്ച് നമ്മൾ ആ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും എൻ്റർ അടിച്ചാൽ മതി. ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും ആ ഫയൽ ഇവിടെ ലോഡഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം 3 ലോഡഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ 1, 2, 3 ഞാനിപ്പോൾ മൂന്നാമത് കൊടുത്ത ഫയലാണ് നമുക്ക് ഈ റിമൈൻഡർ ചെയ്യേണ്ടതായിട്ടുള്ള TDL ഫയൽ. അതിവിടെ ലോഡഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം ABC ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനി എടുക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സാധാരണ നമ്മളൊരു കമ്പനി ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് നേരെ ഗേറ്റ് ഓഫ് ടാലിയിലോട്ടാണ് പോകുന്നത്. പക്ഷേ ഞാൻ ആ TDL ഫയൽ ഇട്ടതുകൊണ്ട് ഇവിടെ ഒരു ടാസ്കിൻ്റെ അല്ലെങ്കിൽ ഒരു റിമൈൻഡറിൻ്റെ ഒരു സ്ക്രീനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് റിലാക്സ് നോ പേഴ്സണൽ ടാസ്ക് വിത്തിൻ നെക്സ്റ്റ് 5 days എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു ടാസ്കും ഇതിനകത്ത് ഇപ്പോൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്ക്രീനൊന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ കീബോർഡിൽ എസ്കേപ്പ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. എസ്കേപ്പ് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ പോലെ നമ്മുടെ ഗേറ്റ് ഓഫ് ടാലി കിട്ടും. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യാം അതിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ മൈ ടാസ്ക് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അവർ താഴെ ചോദിക്കും ഡു യു വാണ്ട് ടു സെറ്റ് യുവർ ടാസ്ക്. അത് നമ്മൾ എസ് പ്രസ് ചെയ്യുക. ഈ വരുന്ന സ്ക്രീനിൽ നമുക്ക് ഇവിടെയാണ് മൈ ടാസ്കിനകത്ത് എന്താണ് നമുക്ക് ചെയ്യേണ്ട ടാസ്ക് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മാനുവലി. അപ്പോൾ ഞാനിപ്പോൾ TDS പേയ്മെൻ്റ് എന്ന് കൊടുക്കുകയാണ്. അത് എന്നിട്ട് ഇത്രയും എനിക്ക് മതി. എന്നിട്ട് ഞാനത് എൻ്റർ അടിച്ചു. അടുത്ത യൂസർ നെയിം കാണിക്കുന്നവിടെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ ടാസ്ക് ഡേറ്റ്, അപ്പം നമുക്ക് ഏത് ദിവസമാണ് TDS പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 12/5 കൊടുക്കുകയാണ്. എൻ്റർ അടിച്ചു. അടുത്തത് ഞാനൊരു GST പേയ്മെൻ്റ് എന്ന് കൊടുക്കുകയാണ്. അതൊരു 15/5 അല്ല, ഒരു 14/5 കൊടുക്കാം. അടുത്ത സാലറി പേയ്മെൻറ്റ് അതൊരു 21/5 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മൊത്തം 3 ടാസ്ക് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കത് ആ ടാസ്ക് നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവും. വീണ്ടും നമ്മുടെ ഗേറ്റ് ഓഫ് ടാലിയിൽ വരും. അപ്പോൾ നമുക്കിനി എങ്ങനെ ഇതൊരു റിമൈൻഡറായിട്ട് കിട്ടും എന്നുള്ളത് നോക്കാം. നമ്മൾ സാധാരണ ഈ കമ്പനി ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് വീണ്ടും ഓപ്പൺ ആക്കി ഞാൻ കാണിച്ചു തരാം. ആ കമ്പനി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് ഓപ്പൺ ആക്കാം. ഞാൻ ABC ലിമിറ്റഡ് ആണ് ഒന്ന് ഓപ്പൺ ആക്കാൻ പോകുന്നത്. വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഓപ്പൺ ആയപ്പോഴത്തേക്കും
നമുക്ക് വന്ന റിമൈൻഡറിൻ്റെ സ്ക്രീനാണ്. ഇതിനകത്ത് പറയുന്നുണ്ട് ഇത് ടുഡേ ഇന്നത്തെ ഡേറ്റാണ് കാണിക്കുന്നത് 9:05, ടൈമാണ് കാണിക്കുന്നത് 8:47 PM. എന്നിട്ട് ഇവിടെ മൈ പേഴ്സണൽ ടാസ്ക് ഫോർ നെക്സ്റ്റ് 5 days എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് 9-ാം തീയതി മുതൽ അടുത്ത 5 ദിവസത്തേക്കുള്ള നമ്മുടെ ടാസ്കുകൾ ഏതെന്നാണ് ഇവിടെ താഴോട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, ഞാനവിടെ 3 ടാസ്ക്കാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ആദ്യത്തേത് TDS പേയ്മെൻറ്റ്, രണ്ടാമത്തെ GST പേയ്മെൻറ്റ്, മൂന്നാമത്തെ സാലറി പേയ്മെൻറ്റ്. പക്ഷേ എനിക്കിവിടെ 2 ഇത് മാത്രമേ ടാസ്കിൻ്റെ മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ TDS പേയ്മെൻറ്റിന് 12.5-ഉം GST പേയ്മെൻറ്റിന് 14.5-ഉം സാലറി പേയ്മെൻറ്റിന് ഞാൻ 21.5-മാണ് കൊടുത്തിരിക്കുന്നത്. 21.5-മാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഈ സ്ക്രീനിനകത്ത് നമുക്ക് നെക്സ്റ്റ് 5 days നമ്മുടെ ഇന്നത്തെ കറണ്ട് ഡേറ്റ് നമ്മുടെ വർക്കിംഗ് ഡേറ്റ് എന്നാണോ അത് തൊട്ട് നെക്സ്റ്റ് 5 daysനകത്ത് നമുക്ക് ഡ്യൂ ആവുന്ന ടാസ്കുകൾ മാത്രമേ ഇവിടെ നമുക്ക് റിമൈൻഡറിൽ കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ സാലറി പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 21.5-ആണ്. അപ്പോൾ അതിന് ഇനിയും ദിവസമുണ്ട്. എന്ന് പറഞ്ഞാൽ 16-ാം തീയതി നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 16-ാം തീയതി നമ്മുടെ ഡേറ്റ് 16/5 ആകുമ്പോഴത്തേക്കും നമ്മൾ ടാലി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ 21.5-ൽ ഈ പറഞ്ഞ പോലെയുള്ള സാലറി പേയ്മെൻറ്റിൻ്റെ ടാസ്കിൻ്റെത് റിമൈൻഡറായിട്ട് ഇവിടെ കിട്ടും. ഇപ്പം നമുക്ക് ഡ്യൂ ആയിരിക്കുന്നത് ഇത് രണ്ടുമാണ്. നെക്സ്റ്റ് 5 days എന്ന് പറയുമ്പോൾ 9, ഇന്ന് 9-ആണ്. അപ്പം അടുത്ത 10, 11, 12, 13, 14, നെക്സ്റ്റ് 5 എന്ന് പറയുമ്പോൾ അടുത്ത 14-ാം തീയതി വരെ വരും. അപ്പോൾ അതിനകത്തുള്ള 2 ടാസ്ക് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മൾ എപ്പോഴും ടാലി ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന ടാസ്ക് നമ്മൾ ചെയ്യാനായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ ആ സ്ക്രീന് മാറി ഇവിടെ ഗേറ്റ് ഓഫ് ടാലി വരും. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ ABC ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നമ്മൾ പേയ്മെൻറ്റ് എൻട്രിയോ സെയിൽസോ പർച്ചേസോ ഒക്കെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കത്തില്ല, പോപ്പപ്പ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കത്തില്ല. അങ്ങനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മൈ ടാസ്കിൽ പോയിട്ട് ജസ്റ്റ് എൻട്രി അടിച്ചിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇനി ഉള്ളതെന്ന് നമ്മൾ ഇങ്ങനെ നോക്കേണ്ടി വരും. മറിച്ച് നമുക്കിത് അല്ലാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓപ്പൺ ആക്കുമ്പോഴേ നമുക്ക് ആ ഒരു റിമൈൻഡറായിട്ട് വരുള്ളൂ. ഉദാഹരണം നിങ്ങളിപ്പം എൻട്രി ചെയ്തിട്ട് നിങ്ങൾ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് പോയി, പിറ്റേ ദിവസം വന്ന് നിങ്ങൾ രാവിലെ ഈ കമ്പനി ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ടാസ്കിൻ്റെ ഡീറ്റെയിൽസ് വരും. എന്നിട്ട് നിങ്ങൾ എസ്കേപ്പ് അടിച്ചിട്ട് വീണ്ടും ഇരുന്ന് വർക്കൊക്കെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഫുഡ് ടൈം ആയപ്പോൾ നിങ്ങൾ കമ്പനി ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും പോവുകയാണ്. പോയിട്ട് വന്ന് വീണ്ടും ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ടാസ്കിൻ്റെത് വീണ്ടും വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ഷട്ട് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ആക്കുമ്പോൾ മാത്രമേ നമ്മൾ ആ ഫസ്റ്റ് മഞ്ഞ കളറിലുള്ള ആ ബോക്സിനകത്തുള്ള ഇത് നമുക്ക് ടാസ്കുകൾ കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വ്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ മൈ ടാസ്കിൽ വന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇനി ഇതിനകത്തുള്ള ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഇപ്പോൾ ഇതൊന്ന് കമ്പനി ക്ലോസ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് ഈ ടാസ്ക് ABC ലിമിറ്റഡ് എന്നുള്ള കമ്പനിക്കകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ കമ്പനി ഓപ്പൺ ആക്കുമ്പോഴേ എനിക്ക് ആ ടാസ്കുകൾ വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ XYZ ലിമിറ്റഡ് എന്നുള്ള കമ്പനി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ABC ലിമിറ്റഡിൽ കൊടുത്ത ടാസ്ക് എനിക്ക് കിട്ടത്തില്ല. കാരണം ഞാൻ അവിടെ നേരത്തെ കൊടുത്ത 3 ടാസ്കും ABC ലിമിറ്റഡിന് വേണ്ടിയിട്ടുള്ള ടാസ്ക്കാണ്. XYZന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടാസ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ കൊടുത്താൽ മാത്രമേ ആ ടാസ്കുകൾ നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്